ഞാൻ ഇനിയ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നെ കൊണ്ട് കർത്താവിന് നന്ദി പറയും. ഒരു വർഷം, പുതിയൊരു വർഷം ഇതല്ലോ. ഇന്നലെ ചർച്ച് സർവീസ് കാരണം പബ്ലിക്കായിട്ട് മെസ്സേജ് എടുക്കാനായിട്ട് പറ്റിയില്ല. കോൺഫിഡൻഷ്യലായിരുന്നു മെസ്സേജ്. ഇന്ന് ഓൺലൈനിൽ ഒരു വർഷത്തെക്കുറിച്ച് ന്യൂ ഇയർ മെസ്സേജ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അല്പസമയം മലയാളത്തിലും അല്പസമയം ഇംഗ്ലീഷിലും. എല്ലാവരും ദൈവം എനിക്ക് നമുക്ക് ഒരു പ്രാർത്ഥിക്കാം. പിതാവെ നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് കേൾക്കുന്ന വചന കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവെ സ്തോത്രം ചെയ്യുന്നു. നീ കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ കർത്താവെ അനേകം ആൾക്കാരിലേക്ക് ഈ പ്രോഫറ്റിക്കൽ മെസ്സേജ് ചെല്ലുന്നതിനോട് കർത്താവെ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ മെസ്സേജിലൂടെ കർത്താവ് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും ടച്ച് ചെയ്യുന്നതിനോട് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം കൂടെ തന്ന ദൈവത്തിനൊക്കെ നന്ദി പറയാം. ഹല്ലേലൂയ. എല്ലാ ദിവസവും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നവർക്ക് നന്ദി പറയാം. ഇന്ന് വിഷയ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും പുതുവത്സരത്തിന്റെ പുതിയൊരു വർഷത്തിന്റെ മംഗളങ്ങൾ നേരുന്നു. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ഇതിൽ ഇന്നത്തെ പ്രോഫറ്റിക്കൽ മെസ്സേജ് ആയിട്ട് എടുക്കാനായിട്ട് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സസ് 7. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ പോകുന്നു. ഇതാണ് ഇന്ന് പ്രോഫറ്റിക്കൽ മെസ്സേജ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞു കഴിഞ്ഞാല് our God is going to exalt you. Praise the Lord. Hallelujah. Our God is going to increase your all the areas of your life. This is what our God is going to do in the year of 2025 in your life. എന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് പറയാണ്, പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ പോകുന്നു. അതാണ് ഈ 2025 പ്രൈസ് ദി ലോർഡ് കർത്താവ് നമ്മളെ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ വർഷങ്ങളായിട്ട് തകർന്നിരുന്നത്, അവിടെ കർത്താവ് നമുക്ക് വഴികൾ തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കൾ നമുക്കെതിരെ പല വഴികൾ കൊണ്ടുവരും. അതിൽ നിന്നെല്ലാം കർത്താവ് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മളെ ഉയർത്തും. കർത്താവ് ഒരു വഴി നമുക്ക് വേണ്ടി കണ്ട് നമ്മളെ ഉയർത്താനായിട്ട് ദൈവത്തെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ഈ 2025. അതൊന്നുകൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം പറയുന്ന ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 3 വേഴ്സസ് 7. ഇതിൽ പറയുന്നത് വെച്ചാൽ, പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ, കർത്താവ് അബ്രാഹത്തോട് കൂടെ ഇരുന്നത് പോലെ, കർത്താവ് ഇസ്ഹാക്കിനോട് കൂടെ ഇരുന്നത് പോലെ, കർത്താവ് യാക്കോബിനോട് കൂടെ ഇരുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അതേപോലെ തന്നെ ഈ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റുന്നതിന് വേണ്ടി കർത്താവ് ദാവീദിനോട് കൂടെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ യേശു ക്രിസ്തുവിലൂടെ ഈ വാഗ്ദത്തങ്ങളെല്ലാം നമ്മളിലേക്ക് പിതാവായ ദൈവം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ്. ഇത് പറയുവാണ് കർത്താവ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, നിന്നോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുക നിന്നെ വലിയവനാക്കുന്നു. അതാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നമ്മളെ വലിയവനാക്കുന്നു. അവർ ഗോഡ് ഈസ് ഗോയിങ് ടു എക്സോൾട്ട് യു. അവർ ഗോഡ് ഈസ് ഗോയിങ് ടു ഇൻക്രീസ് യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. That is what is going to happen in the year of 2025 in your life. Praise the Lord. Hallelujah. പിന്നെ തുടർമാനായിട്ട് പ്രോഫറ്റിക്കൽ വേഴ്സ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് തന്ന ബൈബിൾ വാക്യങ്ങൾ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തുടർമാനോട് കർത്താവ് പറഞ്ഞ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 2-ാം വാക്യം, ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 62 വേഴ്സസ് 2. ഇതിൽ പറഞ്ഞ, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ എന്റെ നീതി വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവ് പറഞ്ഞത് ഈ 2025. പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ നമ്മളെ അന്ധകാഴ്ച തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ വഴിയുമായിട്ട്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ചർച്ചിൽ, അതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായിട്ട്, വീട്ടുകാർ വഴിയായിട്ട്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, നമ്മളെ അറിയുന്ന ആൾക്കാർ വഴിയായിട്ട്, ഏതൊക്കെ രീതി നമ്മളെ വ്യാജ പ്രചരണം നടത്തി നമ്മളെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ, ഈ മേഖലകളെല്ലാം കർത്താവ് പറയുവാണ് അതിലേക്ക് അവസാനം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവ് പറഞ്ഞാല്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേർ എന്ന് നീ വിളിക്കപ്പെടും. നിന്നെ തകർത്തിയ ആൾക്കാർ നിങ്ങളുടെ മഹത്വം കണ്ട് നോക്കി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഉയർച്ച കണ്ടിട്ട്
നിന്നെ നശിപ്പിക്കാൻ, നിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാർ കർത്താവിന്റെ വചനത്താൽ കർത്താവ് നിങ്ങളെ ഉയർത്തുന്ന നിങ്ങളുടെ ഉയർപ്പ് കണ്ടിട്ട് അവർ നോക്കി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേരെന്ന് നീ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പൊ ആർക്ക് ദൈവം വരുന്നവരും, ഞാൻ 2017 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. 2017 കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. ഇന്ന് വരെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ കർത്താവിന്റെ വചനം മറ്റുള്ളവരെ എത്തിക്കുന്നതിൽ നന്ദാശയ്ക്ക് തടയാൻ പറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്റ്റേറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചപ്പോൾ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് എങ്കിൽ തന്നെയും അല്പം റെസ്റ്റ് എടുക്കേണ്ട വന്നു കഴിഞ്ഞാലും അറ്റാക്ക് വന്നിട്ടുണ്ട്. അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്ന അവസരങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്കിൽ തന്നെയും പൂർണ്ണ ശക്തിയോടെ കൂടെ പിന്നെയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള ശക്തി ദൈവത്തിന് പരിശുദ്ധാത്മാവ് തന്നതിനോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ആരൊക്കെ ഇന്ന് ജോലി മേഖലകൾ, ബിസിനസ് മേഖലകൾ, സാമ്പത്തിക മേഖല, വരുമാന മാർഗങ്ങൾ, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ താർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ദുഷ്ടപിശാചികൾ താർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വ്യക്തികൾ വഴിയായിട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഗ്രൂപ്പ് വഴിയായിട്ട് നമ്മളെ താർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? അതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് നമ്മളെ ഈ വർഷം ഉയർത്തുന്ന വർഷമാണ്. പുതിയ വഴികൾ തുറന്നു തന്ന് ഉയർത്തുന്ന വർഷം. അതാണ് ബൈബിളിനകത്തൊരു വഴിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടി വെച്ച ആലോചന നിങ്ങൾക്ക് പറഞ്ഞു തരും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രൈസ്. ഇത് പറഞ്ഞാൽ ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാരും നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേരെന്ന് നീ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിന്ന ആ ദിവസം തൊട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് വരെയുള്ള നാളുകൾ കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദ ബുക്ക് ഓഫ് റിമംബ്രൻസിൽ, ഓർമ്മയുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും കർത്താവിന്റെ ആ കാഴ്ചയിൽ നിന്ന് മങ്ങി പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ആരൊക്കെ ദൈവവേലയിൽ ശക്തിപ്പെടുന്നുണ്ടോ, ആരൊക്കെ തകർന്നിരിക്കുന്നുണ്ടോ, വീണ്ടും നമ്മുടെ ആ തകർന്ന അവസരം വീണ്ടും പൊടിതട്ടി നമ്മൾ എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ പൊടിതട്ടി എഴുന്നേൽത്ത് കർത്താവിന്റെ ആ വചനം വീണ്ടും ശക്തിയോടുകൂടി പ്രസംഗിക്കണം. ദൈവവചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ കാണുന്ന വേറെ ഒരു വചനം, ലോകത്തിൽ കാണുന്ന ഒരു ബുക്കും അതുപോലെ നമ്മൾ കാണുന്ന ഒന്നും സത്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനമാണ് സത്യം. എഴുതപ്പെട്ട വചനമാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ എഴുതപ്പെട്ട വചനം അല്ലാതെ ആരൊക്കെ എവിടേക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, അതൊന്നും സത്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ സത്യവചനം പ്രസംഗിക്കുന്ന ആൾക്കാർക്ക് കർത്താവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. കർത്താവ് നമ്മളെ സംരക്ഷണം തരും. കർത്താവ് നമ്മളെ ഉയർത്തും. കർത്താവ് നമ്മളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. അധികം നാളൊന്നും ഈ കഷ്ടതയൊന്നും നീണ്ടു പോകത്തില്ല. ഒരു നാൾ കർത്താവ് ഉയർച്ച തരും നമുക്ക്. അത് അധികം താമസിച്ചൊന്നും പോകത്തില്ല. ഈ ഇയറിൽ തന്നെ, ഈ വർഷം തന്നെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുപ്രഭു ഞാൻ പറയുന്നത് അതാണ്, ജാതികൾ നിന്റെ നീതിയെയും സകല രാജാക്കന്മാർ നിന്റെ മഹത്വത്തെയും കാണും. യഹോവയുടെ വാകൽപ്പിക്കുന്ന പുതിയ പേര് നീ വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ യേശുപ്രവാചക പുസ്തകം 63 ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 62 വേഴ്സ് 3. ഇത് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജ്യമുടിയായിരിക്കും. അതാണ് പറയുന്നത്. ആരൊക്കെ നമ്മളെ തടഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അറിയാണ്. കർത്താവിന്റെ കയ്യിൽ നമ്മൾ ഭംഗിയുള്ള കിരീടമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കയ്യിൽ രാജ്യമുടി എന്ന് കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വളരെയധികം ശ്രേഷ്ഠമായിട്ട് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വഴിയായിട്ട്. അതുകൊണ്ട് ഇന്നലെ കണ്ട കഷ്ടതകളൊന്നും, പ്രൈസ് ദി ലോർഡ്, ദൈവവചനം പ്രസംഗിക്കും കഷ്ടതകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ദാരിദ്ര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ അതിൽ നിന്നും തകർന്നു പോകാതെ കർത്താവ് നമ്മളെ കാക്കും. കർത്താവിന്റെ വചനം പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ലെന്ന് ദൈവത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് തന്നെ ആരൊക്കെ ദൈവവചനത്തിന് വേണ്ടി നിന്നിട്ട് കഷ്ടം സഹിക്കുന്നുണ്ടോ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ കഷ്ടതയിലൂടെ തന്നെ, ആ പരീക്ഷയിലൂടെ തന്നെ കർത്താവ് പോക്ക് വഴിയോടെ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പരീക്ഷയിലൂടെ തന്നെ കർത്താവ് നമ്മളെ ഉയർത്തും. നമുക്കറിയാം, യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം, യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ക്രൂസിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് റിസറക്ഷൻ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഒരു കുരിശുമരണം കഴിഞ്ഞിട്ടാണ് ഗ്ലോറി വന്നത്. പ്രൈസ് ദി ലോർഡ്. ആരൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് മാറണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിശ്ചയമായിട്ടും കഷ്ടങ്ങളുണ്ടാവും. നിശ്ചയമായിട്ട് നിങ്ങളുടെ സാമ്പത്തിക മേഖലയെല്ലാം തകർക്കാൻ പിശാച് ശ്രമിക്കും. കാരണം നിങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിന്ന് വിട്ടുമാറണം. പ്രൈസ് ദി ലോർഡ്. വരുമാന മാർഗങ്ങളെല്ലാം തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ മിനിസ്ട്രി എല്ലാം തകർക്കാൻ ശ്രമിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈൻ വഴിയുടെ സോഷ്യൽ മീഡിയ വഴിയുമായിട്ടും കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുന്ന ആൾക്കാരെ നിരന്തരമായിട്ടും പിശാച് അന്ധകാര ശക്തികൾ വ്യക്തിയുടെ വഴിയായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാലും
നമ്മൾ പുതിയ വഴികൾ കണ്ട് കർത്താവ് നമുക്ക് പുതിയ പുതിയ വഴികൾ ഓപ്പൺ ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല. കർത്താവിന്റെ വചനം പറയുന്നു, യേശു പ്രവാചകന്റെ പുസ്തകം ബുക്ക് ഐസയ ചാപ്റ്റർ 62 വേഴ്സസ് 2 ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറയുന്ന ബുക്ക് ഐസയ ചാപ്റ്റർ 61 വേഴ്സസ് 7 ഇത് പറയുന്നത് വെച്ചാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ചെയ്ത ജോലിക്ക് കർത്താവിന് വേല ചെയ്തിട്ട് നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരാൽ അപമാനിക്കപ്പെട്ടിട്ടുമെങ്കിൽ, ട്രാക്ട് കൊടുത്തിട്ട് മറ്റുള്ളവർ നിങ്ങളെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയകളെ ഹാക്ക് ചെയ്തിട്ട് നിങ്ങൾക്കെതിരെ മോശമായ രീതി വീഡിയോ എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ഇരട്ടി അവർ ഗോഡ് ഈസ് ഗോയിങ് ടു റിവാർഡ് ഇൻ ദ ഡബിൾ പോർഷൻ ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞാൽ നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യാനന്ദം അവർക്കുണ്ടാകും. അവർ ഗാഡ് വിൽ ഗീവ് ദ ഗ്ലോറി ഇൻ യുവർ ലൈഫ് all the days of your life. Praise the Lord. അതാണ് യേശു പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 18 book of Isaiah chapter 43 verses. Why I am reading all this, നമ്മൾ ഈ Bible word, that means this is the prophetical words for you today in the year of 2025. Our God want to fulfill all these promises in your life. അതാണ് പറയുന്നത് വെച്ചാൽ, 2025 ആ പ്രോഫറ്റിക് പ്രവചന ബൈബിൾ വാക്യമാണ് ഇതെല്ലാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ കർത്താവിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഡിക്ലെയർ ചെയ്യണം, ഈ കർത്താവിന്റെ വചനം ഈ 2025 പ്രൈസ് ദി ലോർഡ്, എത്ര ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ കർത്താവിന്റെ വചനം എന്നിലൂടെ വന്ന് നിറവേറ്റപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പ്രൈസ്. അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്താന്യ കോട്ടകൾ ഞെട്ടിപ്പറയ്ക്കും. ദൂതഗണങ്ങൾ നമ്മൾ പറയുന്ന ഈ ബൈബിൾ വാക്യങ്ങൾ ഏറ്റെടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവർ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതത്തെ അത് ഫുൾഫിൽ ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 41-18 ബുക്ക് ഐസയ ചാപ്റ്റർ 43 വേഴ്സസ് 18 ഇതിൽ പറയുന്നത്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ബൈബിൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ബൈബിളിന് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. അതേ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 verses 18 and 19. The Bible is saying, our God is saying, praise the Lord. Hallelujah. Do not remember the former things, nor consider the things of old. Praise the Lord. I will say, behold, I will do a new thing. Praise the Lord. Now it shall spring forth. Shall you not know it? Bible saying, I will even make a road in the wilderness, praise the Lord, and rivers in the desert. That means our God can do unbelievable things in your life. Praise the Lord. Hallelujah. No matter what is the situation coming in your life, in the year of 2025, our God's glory you will see in your eyes. You can able to witness this God is, how great is my God. Praise the Lord. This is way you will say from your mouth, this kind of miracle our God is going to do in your life. Unbelievable things our God is going to do in your life in the year of 2025, in this year. Praise the Lord. Hallelujah. അതുകൊണ്ട് തന്നെ നമ്മൾ അവിശ്വസനീയമായ, അതാണ് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ വരെയും പറ്റത്തില്ലാത്ത രീതിയിൽ കർത്താവ് നമ്മൾക്ക് വേണ്ടി, കർത്താവിന്റെ മഹത്വം നമ്മളിലേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങൾ നമുക്കെതിരെ കൈ ഉയർത്തിയവരെല്ലാം അവരെല്ലാം ഒന്നൊന്നായിട്ട് ഇപ്പൊ കർത്താവ് എഴുതി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങൾക്ക് സമയത്തിന് മുമ്പേ വിജയം തരും. സമയത്തിന് മുമ്പേ കർത്താവ് വിജയം തരും. അതാണ് ഇന്ന് ഈ വർഷത്തെ പ്രോഫിറ്റിക്കൽ മെസ്സേജ്. സമയത്തിന് മുമ്പേ നമുക്കറിയാം, രാജ്യത്തെ നിയമങ്ങളെല്ലാം അതിന്റെ സമയമുണ്ട്. പക്ഷെ സമയത്തിന് മുമ്പേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വിജയം തരും. നമുക്കറിയാം, എസ്തേർ രാജ്ഞി, നമുക്കറിയാം, രാജാവിന് മുമ്പ് പോയി കഴിഞ്ഞപ്പോൾ സമയത്തിന് മുമ്പേ, പ്രൈസലോ, നമുക്കറിയാം, രാജ്ഞിക്ക് അനുവദിച്ച സമയത്തിന് മുമ്പേ രാജാവിന് മുമ്പേ പോയി നിൽക്കാൻ ഇടവന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ തന്നെ സമയത്തിന് മുമ്പേ ചില കാര്യങ്ങൾ കർത്താവ് ഇതിനൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്ത് തരാൻ ആഗ്രഹിക്കുന്നു. സമയത്തിന് മുമ്പേ. പ്രൈസ് ലോർഡ്. I'm prophesying right now. Praise the Lord. Hallelujah. In the year of 2025, praise the Lord. Hallelujah. According to the law, by the law, or whatever, praise the Lord, is saying, according to your law, it will not happen. It will never happen in your life. Bible is according to the Bible. Our God is going to do the miracle in your life in the year of 2025. Somebody's life right now.
പീപ്പിൾ ദോസ് ആർ വാച്ചിങ് ഓൺലൈൻ. നമ്മൾ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ആരുടെയോ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. സമയത്തിന് മുമ്പേ കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സക്കറിയ പുസ്തകം ബുക്ക് ഓഫ് സക്കറിയ ചാപ്റ്റർ 4 വേഴ്സസ് 7 ഇത് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവ് പറഞ്ഞാല് മഹാപർവ്വതം സമഭൂമിയായി തീരും എന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൽ നമ്മൾ ആശ്രയിക്കണം, കർത്താവിൽ നമ്മൾ പ്രതീക്ഷിക്കണം. നമുക്ക് വലിയ വലിയ വിഷൻസ് ഉണ്ടാകണം. ഈ 2025 നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് എത്ര സാധ്യതകൾ വന്നു കഴിഞ്ഞാലും, എത്ര ക്ഷീണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ദൈവത്തിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കി നമ്മൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് ക്ഷീണമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ കാലാവസ്ഥ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയിരിക്കും. പക്ഷെ എന്നാലും ഈ ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെക്കും. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ഇടയിലും ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് ഞാൻ മുന്നോട്ട് വെക്കുമെന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലങ്ങളിൽ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൂലങ്ങളിലും നമ്മൾ സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് പോകുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. അതാണ് വെച്ചാൽ പൗലോസും ശീലാസും നമുക്ക് അറസ്റ്റായി. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിലും പൗലോസും ശീലാസും അറസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രതികൂലങ്ങളുടെ നടുവില് പ്രൈസ് അവർക്ക് അറസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം കരാരത്തിൽ കിടന്ന് കാലും കയ്യും ആമത്തിലിട്ടു. പക്ഷെ അവര് പേടിച്ചിരിക്കുകയല്ല ചെയ്ത്. ആ പ്രതികൂലത്തിൽ കർത്താവിന് മഹത്വം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രതികൂലത്തെ മഹത്വം കൊടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ത് പറഞ്ഞാല് അതാണ് എഫേസ്യ ലേഖനം 3:12 അവനിൽ ആശ്രയിച്ചിട്ട് അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യം പ്രവേശനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ നിങ്ങളുടെ മഹത്വമാകിയാൽ അത് നിമിത്തം അതിരയിപ്പെട്ടു പോകാതെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 പ്രൈസ് ദി ലോർഡ് 14 and 15 ബൈബിൾ സെയിങ് അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് ഊരാൻ കാരണമായ പ്രൈസ് ദി ലോർഡ് പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 16 ബൈബിൾ സെയിങ് പ്രൈസ് ദി ലോർഡ് ഈ പറയുന്നത് ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടി ഗ്രഹിപ്പാനും പ്രൈസ് ദി ലോർഡ് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന് സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തുടർമാനോട് പറയുന്നത് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നു. പ്രൈസ് ബൈബിൾ പറഞ്ഞാല് who is able to do exceedingly abundantly above all that we ask or think according to the power that works in us. Praise the Lord. Hallelujah. അതാണ് ഈ 2025 കർത്താവ് അസാധ്യങ്ങൾ ചെയ്യുക മാത്രമല്ല, ഇത്രയും നാളത്തെ വളരെ വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി കർത്താവ് നമുക്ക് ഉത്തരം തരുന്ന വർഷം കൂടിയായിരിക്കും 2025. പ്രൈസ് ലോർഡ്. നമ്മളെ പകയ്ക്കുന്ന ആൾക്ക് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്നും കാണത്തില്ല, ശൂന്യമായിരിക്കും, എല്ലാ വഴികളും അടഞ്ഞിരിക്കും. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങും. ഈ 2025 ഈ പ്രോഫറ്റിക്കൽ വേർഡ്സ് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിശ്ചയമായിട്ടും കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്ഥിതികൾ കർത്താവ് മാറ്റം വരുത്തും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കളിയാക്കുന്ന ആൾക്കാർ കാണും, നമ്മളെ താർക്കുന്ന ആൾക്കാർ കാണും, അതിന്റെ നടുവിലും കർത്താവ് നമ്മളെ ഉയർത്തും. ദിസ് ഈസ് അവർ ഗോഡ്. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കേണ്ട ആഗ്രഹിക്കുന്നു. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ 2025 കർത്താവ് ഈ വാക്തത്വ വചനത്തെ ഓർത്ത് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I pray and bless his prophetical words. Heavenly Father, in the name of Jesus Christ. In the name of യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ പ്രവചന ഭാരത്തിലോട്ട് ഇന്നത്തെ ഈ 2025 പ്രവചനത്തിലോട്ട് കർത്താവ് സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമം കേൾക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഈ 2025 വഴികൾ തുറന്നു വരട്ടെ കർത്താവ്. പുതിയ വഴികൾ ഓപ്പൺ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. സാഹചര്യം വ്യത്യാസം വരട്ടെ. ചർച്ച് മിനിസ്ട്രികൾ ഗ്രോത്ത് ആകട്ടെ കർത്താവ്. പുതിയ ആത്മാക്കൾ വരട്ടെ കർത്താവ്. പുതിയ സ്നാനങ്ങൾ വരട്ടെ യേശുവിന്റെ നാമത്തിൽ കർത്താവ്. അസുഖമുള്ളവരുടെ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറ്റപ്പെട്ട കർത്താവ്. പുതിയ ശക്തിയോടുകൂടി കുതിച്ചെഴുന്നേൽക്കട്ടെ കർത്താവിൽ ആശ്രയിക്കുന്ന വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയ തളരത്തിലോ നടന്നാൽ ക്ഷീണിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ വചനം ചൊല്ലി എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി കർത്താവ് ഈ വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇൻ ജീസസ് നെയിം ഓഫ് ആമേൻ. വിഷ് എ ഹാപ്പി ന്യൂ ഇയർ 2025. God bless you.